വർഷത്തിലൊരിക്കൽ മാത്രമേ വൈക്കത്തമ്പലത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കുള്ളൂ. സംഭവം എന്താണെന്നറിയാൻ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണൂ. നാളെയാണ് വൈക്കത്തുകാരുടെ കുംഭാഷ്ടമി. ആണ്ടിലൊരിക്കൽ നാട് കാണാനായി കുംഭമാസത്തിലെ അഷ്ടമി നാളിൽ വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും കൂടി മഹാദേവ ക്ഷേത്രത്തിന് കിഴക്ക് ദിശയിൽ ക്ഷേത്രത്തിന്റെ ദേശാതിർത്തിയായ കള്ളാട്ടിശ്ശേരി വരെ പ്രദേശത്തെ ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിക്കാൻ എഴുന്നള്ളുന്നതായാണ് കുംഭാഷ്ടമിയുടെ ഐതിഹ്യം. വൈകിട്ട് ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്ന് വൈക്കത്തപ്പന്റെ പുത്രനായ ഉദയനാപുരത്തപ്പന്റെ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതോടെ ചടങ്ങുകൾ തുടങ്ങുകയായി. ഉദയനാപുരത്തപ്പന്റെ എഴുന്നള്ളിപ്പ് വൈക്കത്തെത്തിയാൽ വൈക്കത്തപ്പന്റെയും എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നു. ഇരുവരും ഒരുമിച്ച് ഒരു പ്രദർശനം പൂർത്തിയാക്കി കിഴക്കേ ഗോപുരം കടന്ന് പാഴമന ഭാഗത്തേക്ക് നീങ്ങുന്നു. അച്ഛനും മകനും ഒരുമിച്ച് കിഴക്കോട്ട് ഇറങ്ങുമ്പോൾ വിശ്വാസികൾ അടിമ കിടക്കുന്ന ചടങ്ങ് പതിവാണ്. മുഴുവനായി വാഴയില നിവർത്തി അതിൽ വിശ്വാസത്തോടെ ജനങ്ങൾ കിടക്കുന്നു. സാധാരണ മരണാനന്തര ചടങ്ങുകൾക്കാണ് മുഴുവനായി വാഴയില വെട്ടി കിടത്തുന്നത്. പുത്രസമേതം എഴുന്നള്ളുന്ന വൈക്കത്തപ്പന് മുന്നിൽ ഭക്തർ സ്വയം സമർപ്പിക്കുന്നതോടെ ഭഗവാൻമാർ ഇരുവരും ഭക്തരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊള്ളുമെന്നാണ് വിശ്വാസം. കിഴക്കോട്ട് എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് പണ്ട് കൃഷിയിടങ്ങൾ സന്ദർശിക്കാൻ വരുന്ന സമയത്ത് വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും വിശ്രമിച്ചിരുന്ന 3 സ്ഥലങ്ങളിൽ ഇറക്കിപ്പൂജയും നിവേദ്യവും നൽകുന്നു. വാഴമനക്കൊട്ടാരം, കൂർക്കശ്ശേരി, കള്ളാട്ടിശ്ശേരി എന്നിവിടങ്ങളിലാണ് അതുള്ളത്. ഇറക്കിപ്പൂജയും നിവേദ്യവും ഒക്കെ കഴിഞ്ഞ് നാട് കണ്ട് സന്തുഷ്ടനായി എഴുന്നള്ളുന്ന ഉദയനാപുരത്തപ്പനും വൈക്കത്തപ്പനും രാത്രിയിൽ തദ്ദേശവാസികളുടെ നേതൃത്വത്തിൽ ഗംഭീര സ്വീകരണം ഒരുക്കുന്നതും പതിവാണ്. ഇരുവശങ്ങളിൽ ദീപങ്ങൾ തെളിയിച്ചും വർണ്ണക്കാഴ്ചകളും നിറപറയും നിരത്തുന്നു. ആഘോഷപൂർവ്വം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരികെ വൈക്കത്തെത്തിയ ശേഷം പ്രദർശനം പൂർത്തിയാക്കി മകനായ ഉദയനാപുരത്തപ്പൻ വൈക്കത്തപ്പനോട് വിട ചൊല്ലുന്നു. വടക്കേനടയിലെത്തി ഉദയനാപുരത്തപ്പൻ വൈക്കത്തപ്പനോട് വിട ചൊല്ലുമ്പോൾ ദുഃഖകണ്ഠാരം മുഴങ്ങുന്നു. അതോടുകൂടി കുംഭാഷ്ടമിയുടെ ചടങ്ങുകൾ പൂർത്തിയാകുന്നു. അപ്പോൾ മറക്കല്ലേ, നാളെയാണ് കുംഭാഷ്ടമി. ഈ ചടങ്ങിൽ ഭാഗമാകാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും പോന്നോളൂ.